ഗുരു സാന്നിധ്യത്തെ ഭിന്ന രീതിയിലാണ് കേരളം ഉൾക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് അദ്ദേഹം ഹിന്ദു സന്യാസിയാണ്, ഹിന്ദുമതം പ്രചരിപ്പിച്ച വ്യക്തിയാണ്. മറ്റു ചിലർക്ക് അദ്ദേഹം സമുദായ മൂലധനമാണ്, ഈഴവർക്കിടയിൽ സമുദായ പരിഷ്കർത്താവായി പ്രവർത്തിച്ച ഈഴവ സന്യാസി. സമുദായത്തെ മുൻനിർത്തിയാണ് കാണുന്നതെങ്കിലും സാമൂഹിക പരിഷ്കർത്താവ് എന്ന് വിശാലമായി വിവക്ഷിക്കാം. ജാതിവിരുദ്ധനായിരുന്നുവെങ്കിലും ജാതി ഗുരുവായി മാത്രം കാണുന്നവർ ഗുരുവിന് വേണ്ടി ചെയ്യുന്ന മികച്ച കാര്യവും സാമൂഹിക പരിഷ്കർത്താവ് പട്ടം ചാർത്തലാണ്. മറ്റൊരു മുഖം ഗുരുവിൽ കാണുന്നവർക്ക് ഗുരു ലോകമാനവികതയുടെ കേരള ദാർശനിക മാതൃകയാണ്. മൂന്നാം പക്ഷത്തിന് പ്രചാരകരില്ല എന്നതിനാൽ മേൽപ്പറഞ്ഞ രണ്ട് പക്ഷക്കാർ ഗുരുവിനെ പകുത്തെടുക്കുമ്പോൾ ഇടതുപക്ഷം ഗുരുവിൻ്റെ മാനവിക മുഖത്തെ ഭാഗികമായി പ്രചാരണായുധമാക്കുന്നു. മറിച്ച് ഗുരുവിൻ്റെ സാർവലൗകികതയ്ക്കായി ചുവടുറപ്പിക്കുന്നുമില്ല. ചുരുക്കത്തിൽ തനിക്ക് ജാതിയില്ല, മതമില്ല എന്ന് ഗുരു പറഞ്ഞുവെങ്കിലും ആരെയും, അത് ഗുരുവാണെങ്കിൽ പോലും, ജാതിക്കും മതത്തിനും പുറത്തു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഗുരുവിന് ജാതിയും മതവും വെച്ചു കെട്ടിക്കൊടുത്ത് കേരളം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്.